ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെയിനി ഡേ ആണ്. രാവിലെ തന്നെ മഴ തുടങ്ങിയേക്കോ. ഇവിടെ അയർലൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ സെയിം മഴയായിരിക്കും. അപ്പോൾ കുടയുടെ ആവശ്യമൊന്നും വരത്തില്ല, പക്ഷേ ഇങ്ങനെ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം അതങ്ങ് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ വിശന്ന് പണ്ടാരടങ്ങി കിളി പോയി ഞാനങ്ങനെ ഹോം കഫേ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. നന്നായിട്ട് വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ വന്നത്. കുറച്ച് നേരം മെനു കാർഡിലൊക്കെ നോക്കി വിലയും ബാക്കി കാര്യങ്ങളൊക്കെ ഹരിച്ചും ഗുണിച്ചും ഒക്കെ നോക്കിയിട്ട് ഞാൻ അവസാനം ഇന്നൊരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സാധനമൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലായിരിക്കും, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് 2 പോർഷൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഏരിയ കാണുമ്പോൾ നമുക്ക് ഈ നമ്മുടെ ഹോം സ്റ്റേ ഒക്കെ ഒരു ഫീല് വരും. പിന്നെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പം പ്രത്യേകിച്ച് ആ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന പോർഷൻ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു നോർമൽ എന്താ പറയുക, ചായക്കട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലൊക്കെ ഫീൽ ചെയ്യും. അപ്പം ആദ്യമേ തന്നെ എനിക്ക് ടീ വന്നു. ടീ ആക്ച്വലി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചായ ഇവർ വെള്ളവും പാലും പഞ്ചസാര എല്ലാം സെപ്പറേറ്റ് തരും, ഒരു കപ്പും തരും. നമ്മൾ തന്നെത്താനെ ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഞാനങ്ങനെ ചായ ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മുടെ തേയില വെള്ളം ചൂടായിരുന്നു, പക്ഷേ പാല് തണുത്ത പാലായിരുന്നു. ചൂട് പാല് വേണമെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് പറയണമായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. പിന്നെ ആ പോട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ തേയില വെള്ളവും പാലൊക്കെ വെച്ചിട്ട് ചൂടൊന്ന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ മലയാളികൾ ഒരു തുള്ളി പോലും പാലൊന്നും വേസ്റ്റ് ചെയ്യില്ലാത്തതുകൊണ്ട് ഞാനത് മൊത്തം അതിൻ്റെ അകത്തോട്ട് കമത്തി കേട്ടോ. പിന്നെ പഞ്ചസാര ഇടാത്തത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷുഗർ കട്ടിലാണ്, അതുകൊണ്ട് ഇടാത്തതാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, ബട്ടറുണ്ട്, പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് ഷേപ്പിൽ കാണുന്ന സാധനത്തിന് പുഡിംഗ് എന്നാണ് പറയുന്നത്. വൈറ്റ് പുഡിങ്ങും ബ്ലാക്ക് പുഡിങ്ങും, പിന്നെ ഒരു പോച്ച്ഡ് എഗ്ഗുണ്ട്, പിന്നെ 2 സോസേജസ്, പിന്നെ ബേക്കൺ ഫ്രൈ, പിന്നെ ഒരു ഹാഷ് ബ്രൗൺ, പിന്നെ ബേക്ക്ഡ് ബീൻസ്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി, കാരണം അതുപോലെ വിശന്നിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യമേ തന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡാണ്, അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി. പിന്നെ ഈ ബട്ടർ ഈ ചൂടുള്ള ഐറ്റംസിൻ്റെ അടിയിലിരുന്നുകൊണ്ട് കുറച്ച് മെൽറ്റായിപ്പോയായിരുന്നു. പിന്നെ സാവധാനം അതൊക്കെ ഞാൻ തേച്ച് പിടിപ്പിച്ച് കഴിക്കാൻ തുടങ്ങി. നാട്ടിലായിരുന്നപ്പോൾ ഈ ബ്രെഡും ബട്ടറും ജാമും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ളൊരു ലഘുഭക്ഷണം അങ്ങനെയായിട്ടായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ വന്നിട്ട് ഇതൊക്കെ മാറി കേട്ടോ. ചിലപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ബിസ്ക്കറ്റും ചായയും വെച്ചിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അങ്ങ് നമ്മൾ സെറ്റാക്കി വിടും. ഇപ്പോൾ ആ ഒരവസ്ഥയിലാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്തും കഴിക്കാൻ ഉള്ള ഒരു സെറ്റപ്പിലോട്ടായി. തിരിച്ചു കടിക്കാത്ത എന്തും ഇപ്പോൾ കഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുഡിങ്ങിലേക്ക് കടന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ആക്ച്വലി മിൻസ്ഡ് മീറ്റ് ഉണ്ട്, പിന്നെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അവരെന്തോ പേസ്റ്റ് പോലാക്കി പിന്നെ ഫ്രൈ ചെയ്തെടുത്തൊരു ഐറ്റമാണ്. ഈ വൈറ്റ് പുഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ വൈറ്റ് പുഡിങ് ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് റോളെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ അവർ വെച്ചിട്ട് ഫില്ലിങ്സ് ആയിട്ട് തരാറുണ്ട്. അപ്പം വൈറ്റ് പുഡിങ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, എനിക്കത് കുഴപ്പമില്ല, ഇഷ്ടമായി. പക്ഷേ ബ്ലാക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് സെയിം മിൻസ്ഡ് മീറ്റൊക്കെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതും ഇത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഞാൻ കഴിക്കും. ടേസ്റ്റ് കൊള്ളില്ലെങ്കിലും ഞാൻ കഴിക്കും. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം, സോസേജ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ഞാൻ ഇടയ്ക്ക് വീട്ടിലാണെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ജസ്റ്റ് ഈ സാധനം എടുത്ത് ഓയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി, സെറ്റാവും. പിന്നെ ഇവിടുന്ന് ഈ പ്രാവശ്യം കഴിച്ച സോസേജിന് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. സാധാരണ നോർമലി ഇത്ര ഉപ്പുണ്ടാകാറില്ല, പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ഉപ്പായിരുന്നു. പിന്നെ ഇതാണ് ബേക്കൺ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോസസ്സ് ചെയ്തിട്ടുള്ള മീറ്റാണ്. ഇതിന് യൂഷ്വലി ഭയങ്കര ഉപ്പുണ്ടാവാറുണ്ട്, പക്ഷേ ഇന്നത്തെ ബേക്കണിന് ഉപ്പ് കുറവായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചിലപ്പോൾ ചിലതിന് ഉപ്പ് കൂടുതലായിരിക്കും, ചിലതിന് ഉപ്പ് കുറവായിരിക്കും, ചിലതിന് മധുരം കൂടുതലായിരിക്കും, ചിലതിന് മധുരം കുറവായിരിക്കും. പക്ഷേ മൊത്തത്തിൽ കഴിക്കുമ്പോൾ എല്ലാം അങ്ങ് ബാലൻസ്ഡ് ആയി പോകും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഹാഷ് ബ്രൗൺ എന്ന് പറയുമ്പോൾ പേര് പോലെ വലിയ സംഭവമൊന്നുമില്ല. അതായത് നമ്മുടെ പൊട്ടറ്റോസ് ഉണ്ടല്ലോ, പൊട്ടറ്റോ പേസ്റ്റാക്കിയിട്ട് ഷേപ്പിലാക്കിയിട്ട് ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ കഴിച്ച സാധനമാണ് പോച്ച്ഡ് എഗ്.
നമ്മുടെ ലാലേട്ടൻ വൈറലാക്കിയ ഒരു സാധനമാണിത്. കുറേ പേരിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ വിനേഗർ ഒഴിച്ചിട്ട് മുട്ട ഉണ്ണി പൊട്ടാതെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സാധനമാണിത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബുൾസൈ കഴിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതാണ്ട് ബേക്ക്ഡ് ബീൻസ് ഇവിടെ ഒരു കോമൺ ഫുഡ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു സോസിൻ്റെ കൂടാണ് വരുന്നത്. കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസും ഒക്കെ പോലെ തോന്നും, പക്ഷെ വേറെ എന്തോ ഒരു ടൈപ്പ് സോസാണ്. കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് മടുക്കും. അതായത് ആ ഒരു മധുരം തന്നെ ഇങ്ങനെ, മധുരത്തിൻ്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഐറ്റംസും ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് നമുക്കൊരു ബാലൻസ്ഡ് ഫീൽ കിട്ടുക. നമ്മൾ ഓരോ ഐറ്റം വെച്ചിട്ട് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മടുക്കും. അതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഇരുന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ആക്ച്വലി. പിന്നെ ഈ ഐറ്റംസിലൊക്കെ മാറ്റങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചിലപ്പോൾ പോസ്റ്റ് എഗ്ഗിൻ്റെ സ്ഥാനത്ത് ഫ്രൈഡ് എഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബുൾസൈ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.